السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية. സത്യവിശ്വാസികളെ വിശ്വാസികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്നു പ്രത്യേകമായി ഈ പെരുന്നാൾ ദിനത്തിൽ എന്നെയും നിങ്ങളെയുമൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും എല്ലാം സന്ദേശവുമായാണ് ഓരോ പെരുന്നാളുകളും വിശ്വാസികൾ സ്വീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആഘോഷങ്ങൾക്കും പകരമായി വിശ്വാസികൾക്ക് നൽകിയ രണ്ട് ആഘോഷങ്ങളാണ്, രണ്ട് പെരുന്നാളുകൾ എന്നാണ് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് വിശുദ്ധ റമദാനിൻ്റെ ഒരു മാസക്കാലം പൂർണ്ണമായും ഇബാദാത്തുകളിൽ മുഴുകി പടച്ച റബ്ബിൻ്റെ സ്മരണയിലായിക്കൊണ്ട് ചെലവഴിച്ച വിശ്വാസിക്ക് പെരുന്നാളിൻ്റെ മാധുര്യം വർദ്ധിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് കൂടിയായിരിക്കാം പെരുന്നാൾ ദിവസത്തിലും ഇബാദാത്തുകൾ നബി തങ്ങൾ പ്രത്യേകം പ്രേരിപ്പിച്ചു. നിസ്കരിക്കാൻ പറഞ്ഞു, സ്വതക്ക ചെയ്യാൻ പറഞ്ഞു, എല്ലാ നന്മകളും പെരുന്നാൾ ദിനങ്ങളിലും വർദ്ധിപ്പിക്കണമെന്ന് നബി തങ്ങൾ പ്രത്യേകമായി നമ്മോട് ആവശ്യപ്പെട്ടത്. ഒരു മാസക്കാലം റബ്ബിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ പാലിച്ച് വികാരവിചാരങ്ങളെ നിയന്ത്രിച്ച് പള്ളികളുമായി ബന്ധം സ്ഥാപിച്ച് ഖുർആനുമായി കൂടുതൽ അടുപ്പമുണ്ടാക്കി റബ്ബിൻ്റെ സാമീപ്യം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ച് അതിനുശേഷമാണ് നാം ഇന്ന് ഈ പെരുന്നാൾ മുസല്ലയിലേക്ക് എത്തിയിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, റബ്ബ് നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. എന്ന് നോമ്പുമായി ബന്ധപ്പെട്ട ആയത്തിൻ്റെ അവസാന ഭാഗം അങ്ങനെയാണ്. എണ്ണം നിങ്ങൾ പൂർത്തിയാക്കുവാനും പടച്ച റബ്ബിൻ്റെ മഹത്വത്തെ വാഴ്ത്തുവാനും വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ ശുക്റുള്ളവരായി നന്ദിയുള്ളവരായി മാറുവാനും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. അതുകൊണ്ട് നന്ദിയുള്ളവരായി നമ്മൾ മാറണം. രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒന്ന്, വിശുദ്ധ റമദാനിൽ നേടിയെടുത്ത ഒരുപാട് നേട്ടങ്ങൾ, ഈമാനികമായി തഖ്വയിലൂടെ ഇൽമിലൂടെ എല്ലാം നമ്മൾ നേടിയ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങളെല്ലാം തകർക്കാനുള്ളതല്ല പെരുന്നാൾ. അത് തുടരുവാനും അത് സ്ഥിരമായി പാലിക്കുവാനും പ്രേരിപ്പിക്കുന്നതായിരിക്കണം പെരുന്നാൾ ദിനം കൂടി എന്ന് ഓർക്കുക. ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ എന്ന് പറഞ്ഞ ഇന്നത്തെ നിസ്കാരത്തിൽ നമ്മൾ കേട്ട പതിവായി കേൾക്കുന്ന വചനമാണല്ലോ. അധ്വാനിച്ച് ക്ഷീണിച്ച് വന്ന് അവസാനം നരകാഗ്നിയിൽ വെന്തിരിയുന്ന ഭാഗ്യം കെട്ട പേടിച്ചു വിറക്കുന്ന മുഖങ്ങൾ നാളെ പരലോകത്തുണ്ട് എന്നാണ് ആ ആയത്തിൻ്റെ ആശയം. ഒരുപാട് അമൽ ചെയ്തു, പക്ഷേ എല്ലാം തകർത്തെറിയുന്ന രീതി ആയിക്കൂടാ. വിശുദ്ധ ഖുർആൻ ഉദാഹരണം പോലും പറഞ്ഞു, നിങ്ങൾ ആരും ലാ തകുനു കല്ലതി നഖദത് ഗുസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. വളരെ പ്രയാസപ്പെട്ട്
നൂലുകൾ പിരിച്ചുണ്ടാക്കി കയറുണ്ടാക്കിയ ഒരു സ്ത്രീ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ആ കയറിൻ്റെ ഓരോ ഇഴകളും അതൊക്കെ പിരിച്ച് അത് വീണ്ടും നശിപ്പിച്ച് കളയുന്ന ഒരുത്തിയെപ്പോലെ ഞങ്ങളാകാൻ പാടില്ല എന്ന് ഉദാഹരണ സഹിതം അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മാസം കൊണ്ട് നെയ്തെടുത്ത ഈമാൻ, ഒരു മാസം കൊണ്ട് നെയ്തെടുത്ത തഖ്വ, ഒരു മാസം കൊണ്ട് നേടിയെടുത്ത റബ്ബിൻ്റെ സാമീപ്യം, അതെല്ലാം ഒരു ദിവസം കൊണ്ടെല്ലാം തകർത്ത് കളയുന്ന ഹതഭാഗ്യരായി ഭാഗ്യം കെട്ടവരായി നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ല. ആ നന്മകൾ തുടർന്ന് പോകണം. പള്ളികളുമായുള്ള ബന്ധങ്ങൾ തുടരണം. പടച്ച റബ്ബിൻ്റെ സാമീപ്യം കൂടുതൽ കൂടുതൽ നമുക്കിനി നേടിയെടുക്കണം. ഒരുപാട് അറിവുകൾ ഈ റമദാനിൽ നമ്മളൊക്കെ നേടാൻ കഴിഞ്ഞു. അറിവിൻ്റെ വഴികൾ ഇനിയും അന്വേഷിക്കണം. കിട്ടിയ അറിവുകളെ അമലാക്കി മാറ്റുകയും വേണം. അതോടൊപ്പം അനുവദനീയമായ എല്ലാ സന്തോഷങ്ങളും ഈ ദിവസത്തിൽ നമുക്ക് ആകാം. നബി തങ്ങൾ പ്രത്യേകമായി അനുവാദം നൽകി. വഹാദ ഈദുന, നമ്മുടെ ഈദാണ്, പെരുന്നാളാണ്, സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തിൻ്റെ അവസരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവദിച്ചു കൊടുത്തതായി ഹദീസുകളിൽ കാണാൻ കഴിയും. കുടുംബ ബന്ധങ്ങൾ ചേർക്കപ്പെടണം. പ്രയാസപ്പെടുന്ന ആളുകളെ പ്രത്യേകം നമ്മൾ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കണം. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതിയിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ, നമ്മുടെ മലയാളികളടക്കമുള്ള പ്രവാസികളായ ആളുകളും സ്വദേശികളായ ആ നാട്ടുകാരും അടക്കം വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിലാണ്. പെരുന്നാൾ ദിനങ്ങളിൽ പോലും സമാധാനമായി പുറത്തേക്കിറങ്ങാൻ കഴിയാതെ ഈദ്ഗാഹുകൾ പോലും വേണ്ടെന്ന് വെക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ജൂതൻ്റെ, ഇസ്രായേലിൻ്റെ, അമേരിക്കയുടെയൊക്കെ തോന്നിവാസത്തിൻ്റെ ഫലമായി ലോകത്തിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കാൻ കൂടി നമുക്ക് സാധിക്കണം. നിർഭയമായി നമ്മുടെ നാട്ടിൽ നാം ആഘോഷിക്കുമ്പോൾ യാതൊരു പ്രയാസവുമില്ലാതെ സമാധാനത്തോടെ സ്വസ്ഥമായി സന്തോഷപൂർണ്ണമായി കുടുംബസമേതം ഈദ്ഗാഹിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ, പെരുന്നാൾ ദിനത്തിൽ വ്യത്യസ്തങ്ങളായ യാത്രകളും മറ്റും പ്ലാൻ ചെയ്യുമ്പോൾ അതിലൊന്നും സാധിക്കാതെ തങ്ങളുടെ വീട്ടിൽ, തങ്ങളുടെ ഫ്ലാറ്റിൽ വാതിലടച്ച് അകത്തിരുന്ന് സോഷ്യൽ മീഡിയ വഴി മാത്രം പെരുന്നാളിൻ്റെ ആഘോഷങ്ങളെ കാണേണ്ടി വരുന്ന മനുഷ്യന്മാർ ലോകത്തെമ്പാടുമുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദിവസത്തിലും രോഗികളായി കഴിയുന്ന എമ്പാടും ആളുകളുണ്ട്. ഹോസ്പിറ്റലുകളിൽ വീട്ടിലുമൊക്കെയായി കഴിയുന്ന, പുറത്തിറങ്ങാൻ കഴിയാത്ത, വേദനിക്കുന്ന ധാരാളം മനുഷ്യന്മാർ. അവർക്കെല്ലാം വേദനക്കർഹമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം പെരുന്നാൾ ദിവസത്തിൽ ഒരു ഹറാമും ഹലാലായി മാറുന്നില്ല, ഒരു ഫർളും ഫർളല്ലാതായി മാറുന്നില്ല, ഒരു സുന്നത്തും സുന്നത്തല്ലാതായി മാറുന്നില്ല എന്ന് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. തോന്നിവാസങ്ങൾ, അനാവശ്യ പ്രവർത്തനങ്ങൾ അതിൽ മുഴുകി പെരുന്നാളല്ലേ എന്ന് പറഞ്ഞ് ആ ഹറാമുകൾക്കിന്ന് ലൈസൻസ് ഇല്ല എന്ന് നാം പ്രത്യേകമായി ഓർക്കുക. ഇന്നും റബ്ബിനെ ഓർക്കേണ്ട ദിവസമാണ്. റബ്ബിനെ മറന്നുകൊണ്ട് നമുക്കൊരു പെരുന്നാളില്ല, റബ്ബിനെ മറന്നുകൊണ്ട് നമുക്കൊരു ആഘോഷമില്ല. അല്ലാഹും റസൂലും പഠിപ്പിച്ചതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരാഘോഷവും ഒരു വിശ്വാസിക്കും ഉണ്ടായിക്കൂടാ, അങ്ങനെ ഇല്ലതാനും. അതുകൊണ്ട് തന്നെ റബ്ബിനെ ഓർത്തുകൊണ്ടാണ് എല്ലാം ഉണ്ടാവേണ്ടത്. ഇന്നും 5 നേരത്തെ നിസ്കാരം നിസ്കരിക്കൽ നിർബന്ധമാണ്. നാം അങ്ങനെ തന്നെ അത് പാലിക്കാൻ ശ്രമിക്കുക. എന്തെല്ലാം ഹറാമുകൾ ഉണ്ടോ അതെല്ലാം ഇന്നും ഹറാമാണ്. ഒരു വേള ഒരുപക്ഷെ ഇന്ന് ഹറാമുകൾക്ക് കൂടുതൽ ഗൗരവമേറുമോ എന്ന് കൂടി നാം സംശയിക്കണം. കാരണം ഈ വിശുദ്ധി മൊത്തം കളഞ്ഞു കുടിക്കാൻ അത് മതിയായേക്കാം. ഈ പുണ്യദിനത്തെ അവഹേളിക്കാൻ ഒരുപക്ഷെ അത് മതിയായേക്കാം. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. വേഷവിധാനങ്ങളിലും മറ്റു രംഗത്തുമെല്ലാം റബ്ബിൻ്റെ കൽപ്പനകളെ പാലിക്കാൻ നാം പ്രത്യേകമായി ശ്രദ്ധിക്കുക. പെരുന്നാൾ ദിവസത്തിൽ പലപ്പോഴും അഴിഞ്ഞാടുന്ന സ്ത്രീകളുണ്ട്. അതേപോലെ ഞെരിയാണിക്ക് താഴെ വസ്ത്രം പോകുന്ന പുരുഷന്മാരുണ്ട്. പെരുന്നാളിൽ അതൊന്നും ഹറാമല്ലതായി മാറുന്നില്ല എന്ന് പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട്. സർവോപരി വിശ്വാസത്തെ തകർക്കുന്ന, തൗഹീദിനെ ബാധിക്കുന്ന ശിർക്കിൻ്റെ ഒരംശവും ജീവിതത്തിൽ എവിടെയും ഉണ്ടായിക്കൂടാ, പെരുന്നാളിൽ പ്രത്യേകിച്ചും ഉണ്ടായിക്കൂടാ. പെരുന്നാൾ ദിവസങ്ങളിൽ സിയാറത്ത് ടൂറെന്നും പറഞ്ഞ് വ്യത്യസ്തമായ കേന്ദ്രങ്ങളിൽ ചെന്ന് റബ്ബല്ലാത്തോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ശൈലികൾ ഒരു നിലക്കും അത് അംഗീകരിക്കാൻ, ന്യായീകരിക്കാൻ സാധ്യമല്ല. മുഴുവൻ നന്മകളെയും തകർത്തെറിയാൻ അത് മതിയാകും. എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഹറാമുകളെ ഹറാമുകളായി കണ്ട്, ഹലാലുകളെ ഹലാലുകളായി കണ്ട് എല്ലാ നന്മകളും വർദ്ധിപ്പിച്ച് നിർബന്ധമായ സുന്നത്തായ പുണ്യകർമ്മങ്ങളെ പരമാവധി ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ നമ്മൾ പരിശ്രമിക്കുക. ധാരാളം ആളുകൾ, നമ്മുടെ സഹായം ആവശ്യമുള്ള ആളുകൾ ഈ ദിവസത്തിലുമുണ്ടാകും. അവരൊക്കെ കാണാൻ നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം. കുടുംബ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കാൻ ഒരുപാട് വർഷങ്ങളായി, ഒരുപാട് കാലങ്ങളായി സന്ദർശിക്കാത്ത ഒരുപാട് ബന്ധങ്ങൾ നമുക്കുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സന്ദർശിക്കാൻ, ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ, അതേപോലെ പരസ്പരം ഫോണിലും അല്ലാതെയുമൊക്കെ ബന്ധപ്പെട്ട് സ്നേഹ ബന്ധങ്ങളെ ഒന്നുകൂടി നനച്ച് വളർത്തിക്കൊണ്ടുവരാൻ നാം പ്രത്യേകമായി ശ്രദ്ധിക്കുക. വ്യത്യസ്തമായ പഠന സംരംഭങ്ങൾ നമ്മുടെ ഈ മണ്ഡലത്തിൽ നമ്മൾ നടത്തുന്നുണ്ട്. മദ്രസയായും ദർസായും അതുപോലെ ഖുർആൻ പഠന ക്ലാസ്, ഹദീസ് പഠന ക്ലാസ്, ചരിത്ര പഠന ക്ലാസ്, അഖീദ പഠന ക്ലാസ് തുടങ്ങി വ്യത്യസ്തങ്ങളായ സംരംഭങ്ങൾ അതെല്ലാം അറിയിക്കുന്ന ചെറിയൊരു നോട്ടീസ് ഇവിടെ വിതരണം ചെയ്യും. അതൊക്കെ കണ്ട് വായിച്ച് ഈ പഠന സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാകണം എന്ന് പ്രത്യേകമായി തീരുമാനമെടുക്കുക. റമദാൻ എല്ലാ ദിവസവും നമ്മുടെ പള്ളികളിൽ പഠന ക്ലാസ് ഉണ്ടായി.
അതൊക്കെ പലതും അൽഹംദുലില്ലാഹ് ഉപയോഗപ്പെടുത്തി, തുടർന്നും പഠിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി. ആയുസ് എത്രയാണ് ഉള്ളത്, ആ ആയുസ്സിനെ നന്മയിൽ ഉപയോഗിക്കുന്ന, കിട്ടിയ ആയുസ് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കാൻ ഉള്ള മാർഗമാക്കി നമ്മൾ മാറ്റുക. അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞതുപോലെ പരലോകം നമ്മിലേക്ക് മുന്നിട്ട് വരികയാണ്. ദുനിയാവ് നമ്മിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുല്ലിൻ മിൻഹുമാ ബനൂന, രണ്ടിനുമുണ്ട് ചില സന്താനങ്ങൾ. പരലോകത്തിൻ്റെ മക്കളുണ്ട്, ദുനിയാവിൻ്റെ മക്കളുണ്ട്. ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ പരലോകത്തിൻ്റെ മക്കളാകണം. വലാ തകൂനു മിൻ അബ്നാഇദ് ദുനിയ, നിങ്ങൾ ദുനിയാവിൻ്റെ മക്കളായിക്കൂടാ എന്ന അലി ഇബ്നു അബീ ത്വാലിബിൻ്റെ ആ ഉപദേശമാണ് അവസാനമായി എന്നോടും നിങ്ങളോടുമെല്ലാം ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മളൊക്കെ പരലോകത്തിൻ്റെ സന്തതികളാണ്, ദുനിയാവിൻ്റെ മക്കളല്ല. ദുനിയാവിൽ പലതുമുണ്ടാകും, ദുനിയാവിൽ ബഹളങ്ങളും പല കോപ്രായങ്ങളും പല തോന്നിവാസങ്ങളും എല്ലാം ഉണ്ടാകും. അതാണ് ദുനിയാവ്. നമ്മൾ ദുനിയാവിൻ്റെ സന്താനങ്ങളല്ല, നമ്മൾ പരലോകത്തിൻ്റെ സന്താനങ്ങളാണ്. സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം, നരകമാണ് നാം ഭയപ്പെടുന്നത്, റബ്ബിൻ്റെ വജ്ഹാണ് നാം കാക്ഷിക്കുന്നത്. ഓരോ അടി മുന്നോട്ട് വെക്കുമ്പോഴും സ്വർഗം മനസ്സിൽ കണ്ടുകൊണ്ട്, നരകം ഓർത്തുകൊണ്ടാവണം ഓരോ കാൽപ്പാടുകളും മുന്നോട്ട് വെക്കുന്നത്. എന്ത് കാണുമ്പോഴും, എന്ത് കേൾക്കുമ്പോഴും, എന്ത് ചെയ്യുമ്പോഴും, എന്ത് ചിന്തിക്കുമ്പോഴും, എങ്ങോട്ട് പോകുമ്പോഴും എൻ്റെ ലക്ഷ്യം സ്വർഗമാണ്, ഞാൻ പേടിക്കുന്ന നരകമാണ് എന്ന ആ ബോധം മുമ്പിൽ ഉണ്ടായിക്കൊണ്ട് വേണം അതിലേക്കെല്ലാം മുന്നിട്ടിറങ്ങാൻ. ഒരു കാലടി വെക്കുമ്പോൾ ഈ കാലടി ഹറാമിലേക്കാണെങ്കിൽ എൻ്റെ ലക്ഷ്യം തെറ്റും. ഞാൻ ഈ കേൾക്കുന്നത് സംഗീതമാണ്, തോന്നിവാസമാണ്, ഹറാമായതാണ് എങ്കിൽ എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ മാറ്റപ്പെടും, നരകത്തിൽ പോയി ആപ്പതിക്കേണ്ടി വരും എന്ന ബോധമുണ്ടാവുകയും നരകം സഹിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ് സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈറും ബറക്കത്തും നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.